നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അർജുനെ, നമുക്കൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് കണ്ണൂരിൽ 2016 മാർച്ച് മാസം 8-ാം തീയതി രാവിലെ കണ്ണൂരിലെ ഒരു സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെയും കൊണ്ട് പോവുകയായിരുന്ന ഒരു ഓട്ടോ ഡ്രൈവർ. ആ സമയം ഓട്ടോയിൽ നിറച്ച് കുട്ടികളുണ്ട്. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു ഭാഗത്തെത്തിയപ്പോൾ ആ ഓട്ടോ തടഞ്ഞു നിർത്തുകയും കുറച്ചധികം ആളുകൾ പെട്ടെന്ന് ആ ഓട്ടോയുടെ അടുത്തേക്ക് പെട്ടെന്ന് മുഖം മറച്ചുകൊണ്ട് ഓടിയെത്തുകയും ഈ ഓട്ടോ ഡ്രൈവറെ അതിൽ നിന്ന് വലിച്ചു പുറത്തേക്കിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിൽ വാളുകൾ കൊണ്ട് ആദ്യം തല്ലുകയും ഒക്കെ ചെയ്തു. ആ സമയത്ത് ഈ കുഞ്ഞുങ്ങൾ വല്ലാതെ പേടിച്ചുപോയി. അവർ നിലവിളിക്കാൻ തുടങ്ങി. ആ നിലവിളി പോലും ശ്രദ്ധിക്കാതെ ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ ഓട്ടോ ഡ്രൈവറെ അതിക്രൂരമായി കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി വെട്ടി, ആഞ്ഞു വെട്ടുകയാണുണ്ടായത്. തുരുതുരാ വെട്ടി. ഈ സംഭവം കണ്ണൂരിൽ നടന്നത് കണ്ണൂരിലെ RSS പ്രവർത്തകനായിട്ടുള്ള RSS സ്വയം സേവകനായിട്ടുള്ള EK ബിജു എന്ന് പറയുന്ന പ്രവർത്തകനെ അന്നത്തെ കാലത്ത് CPMന്റെ ക്രിമിനൽ ഗുണ്ടകൾ അവർ രാഷ്ട്രീയ പകപോക്കലിൻ്റെ പേരിൽ ചെയ്തതാണ്. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഇത് ചെയ്തത്. ഇപ്പോൾ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് CPMന്റെ പ്രതികളെ കൃത്യമായി പിടിക്കുകയും കോടതി അവരെ 8 വർഷത്തേക്ക് ശിക്ഷിക്കുകയും ഹൈക്കോടതിയിൽ പോയി അവർ ജാമ്യം വാങ്ങി പിന്നീടും ആ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ആ പുറത്തിറങ്ങുന്ന സമയത്ത് പാനൂരിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ നേരിട്ട് പോയി. അതായത് ഒരു ജനപ്രതിനിധിയാണെന്ന് ഓർക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്, CPMന്റെ ലോക്കൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറിയോ അല്ല. അവർ പോയിട്ട് രക്തഹാരം അണിയിച്ച് അവരെ സ്വീകരിക്കുകയാണ്. എന്താണ് ഇവർ കേരളത്തിന് കൊടുക്കുന്ന ഒരു സൂചന, സന്ദേശം? അല്ല, അത് പ്രത്യേകിച്ച് നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അവരുടെ മുൻകാല ചെയ്തികൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഈ പറയുന്ന കൊലപാതകളെ വെള്ളപൂശുകയും അവരെ സ്വീകരിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് ആ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും അത് പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. നമുക്കറിയാമല്ലോ, TP വധക്കേസിലെ പ്രതികൾക്ക് എന്തെല്ലാം സുഖ സൗകര്യങ്ങളായിരുന്നു ജയിലിൽ ലഭിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? കൊടിസുനി ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് എന്തുമാത്രം സുഖ സൗകര്യങ്ങളായിരുന്നു അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെ ഈ പറയുന്ന, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഈ പറയുന്ന പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന ഈ ക്രിമിനൽ സംഘങ്ങളെ പാർട്ടി കാണുന്നത് തങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ടാണ് കാണുന്നത്. കാരണം അവരില്ല എങ്കിൽ ഈ പാർട്ടിക്ക് നിലനിൽപ്പില്ല. കാരണം നിലനിൽപ്പുള്ള വ്യക്തികളെ ഈ പറയുന്ന പോലെ ആദരിക്കുക എന്നുള്ളത് പാർട്ടിയുടെ പോളിസിയാണ്, തുടക്കം മുതലേ ഉള്ള ഒരു പോളിസിയാണ്. പക്ഷേ ഈ ഒരു പോളിസി എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടായിരിക്കാം ഈ അഭിമന്യു കേസിലൊന്നും അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. അഭിമന്യു കേസിലൊന്നും അവര് ഇങ്ങനെ ഫോളോ ചെയ്യാതിരുന്നത് എന്നുള്ളത് ഞാൻ സംശയിച്ചു പോയിട്ടുണ്ട്. അല്ല, അഭിമന്യുമായി ബന്ധപ്പെട്ട് മഹാരാജാസ് കോളേജിൽ വർഗീയതയ്ക്കെതിരെ സംസാരിച്ചതിന് വർഗീയവാദം തുലയട്ടെ, തീവ്രവാദം തുലയട്ടെ എന്ന് ഈ മതിലിൻ്റെ മുകളിൽ എഴുതി വെച്ചതിന് NDFന്റെ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകർ കത്തി കുത്തി ഇറക്കി കൊന്ന അഭിമന്യുവിന്റെ പ്രതികളെ CPMന്റെ ആളുകൾക്ക് കാണാതെ പോയതാണോ? അവരെന്തുകൊണ്ടാണ് CPM തിരിച്ചൊന്നും ചെയ്യാതിരുന്നത് എന്നൊരു ചോദ്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ഏത് കൊലപാതകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ്. അവർ തങ്ങളുടെ പാർട്ടിയിലല്ല എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അതാണ് തോന്നുന്നത് ഈ സംഭവവികാസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. അവരെല്ലാവരെയും CPMനെ സംബന്ധിച്ചിടത്തോളം വൻ സ്വീകാര്യതയാണ് CPMനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ പറയുന്ന അക്രമ രാഷ്ട്രീയം ഇല്ല എങ്കിൽ ക്യാമ്പസുകളിൽ ഈ പറയുന്ന SFI നിലനിൽക്കില്ല. ഇപ്പോൾ കേരളത്തിൽ അക്രമ രാഷ്ട്രീയം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ CPMന് നിലനിൽപ്പില്ല. അപ്പോൾ ഇതിന് പ്രവർത്തിക്കുന്ന വ്യക്തികളെ, ഈ ഗുണ്ടാ സംഘങ്ങളെ, ഈ ക്രിമിനൽ സംഘങ്ങളെ എന്നും നിലനിർത്തേണ്ടത് ആരുടെ ആവശ്യമാണ്? CPMന്റെ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ ഈ പറയുന്ന ജനപ്രതിനിധി ഈ പറയുന്ന പൊന്നാട അണിയിച്ചതിൽ നമുക്ക് വലിയ അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വ്യക്തികൾ അവരുടെ ചാവേറുകളാണ്. അപ്പോൾ ഈ പറയുന്ന ചാവേറുകളെ അവർക്ക് അഭിനന്ദിക്കണ്ടേ? അപ്പോൾ അതിലവർ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകയെന്നോ ജനപ്രതിനിധിയെന്നോ ഉള്ള ഒരു വ്യത്യാസവും ഇല്ല. അതിനെല്ലാം ഉപരിയായിട്ട് ഈ പറയുന്ന ചാവേറുകളെ അഭിനന്ദിക്കുന്നത് CPMന്റെ ഒരു പോളിസി ആയിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി. തീർച്ചയായിട്ടും. പക്ഷേ അവിടെ ഞാൻ ആലോചിക്കുന്നത്,
അല്ല, അഭിമന്യു വധക്കേസിലെ പ്രതി ഉണ്ടല്ലോ, അഭിമന്യു വധക്കേസിലെ പ്രതികളുടെ വിചാരണ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് തോന്നുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ആ വിചാരണയും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്ര കൊല്ലമായിട്ടും CPM-ന്റെ സർക്കാർ അധികാരത്തിൽ വന്ന് 9 വർഷമായി ഈ കേസ് മെല്ലെ പോകുന്നു. ഇതുവരെ വിചാരണ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അതിലെ പ്രധാനപ്പെട്ട പ്രതിയെ ഇതുവരെ പിടിക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടായിരുന്നു. 1-ാം പ്രതിയെ ഇപ്പൊ അടുത്താണ് പിടിച്ചത്. ഇനിയും ഒരു വളരെ പ്രധാനപ്പെട്ട പ്രതിയെ പിടിക്കാനുണ്ട്. വിദേശത്തേക്ക് കടന്നു എന്ന നിലയിലൊക്കെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ കേസ് മാധ്യമങ്ങളും വേണ്ടത്ര തരത്തിൽ ചർച്ച ചെയ്യുന്നില്ല. അഭിമന്യുവിൻ്റെ ഓർമ്മ ദിവസം വരുമ്പോൾ ഞങ്ങളുടെ നെഞ്ചിലെ ധീരസഖാവെ എന്ന് വിളിക്കുകയല്ലാതെ ഈ കേസിന്റെ മെറിറ്റ് എന്തായി, എങ്ങനെയാണ് പോകുന്നത്, തെളിവുകൾ എന്താണ്? മാത്രമല്ല അഭിമന്യു കേസിലെ ഫയൽ ചോർന്നു എന്ന ഏറ്റവും ഗുരുതരമായ പരാതി ഉണ്ടായിരുന്നു. എങ്ങനെ ചോർന്നു? ആര് ചോർത്തി? ആരാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്? അത് ചോദ്യങ്ങളല്ലേ ഇതൊക്കെ? ആരാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്? ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്? ഇതെല്ലാം ഗവൺമെന്റ് തന്നെയാണ്. ഗവൺമെന്റിന്റെ നേതൃത്വം നൽകുന്നത് CPM ആണ്. അപ്പൊ CPM-ന്റെ നേതൃത്വത്തിലുള്ള വ്യക്തികൾ തന്നെ ആവാം ഇതിന്റെയൊക്കെ പിന്നിൽ. അല്ല ഇതില് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂരിൽ പരസ്പരം അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവിടെ സർവ്വസാധാരണമായൊരു സംഭവമായിരുന്നു CPM അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വരെ. കാരണം CPM അക്രമം നിർത്തിയതോടുകൂടി അവിടെ അക്രമം നിന്നു. അതാണ് സ്വാഭാവികം. ഇപ്പം മനസ്സിലായല്ലോ. RSS ആണ് അക്രമം നടത്തുന്നതെങ്കിൽ RSS-ന് വീണ്ടും അക്രമം നടത്താം. ഈ സമയത്തും നടത്താമല്ലോ. CPM അക്രമം നിർത്തിയതോടെ അവിടെ അക്രമം നിന്നു. അപ്പൊ ആരായിരുന്നു യഥാർത്ഥ കാരണക്കാരെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ അതല്ല ഈ പറയുന്ന തടവ്, ഈ പറയുന്ന ക്രിമിനൽസിന് ഈ പറയുന്ന അഭിനന്ദനങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടി ഓർമ്മ വരുന്നു. നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പ്രതികൾക്കും ഇതേപോലെ തന്നെ സ്വീകാര്യത ലഭിച്ചിരുന്നു. അവർക്കും ഇതുപോലെ തന്നെ പൊന്നാട അണിയിച്ചുകൊണ്ടാണ് അവരെയും ജയിൽ പരിസരങ്ങളിൽ നിന്നുകൊണ്ട് ഇറക്കി വിട്ടത്. അതുമാത്രമല്ല, നമുക്കറിയാം മൂവാറ്റുപുഴയിലെ ആ മുനിസിപ്പാലിറ്റി പരിസരത്ത് അവരെ തെരഞ്ഞെടുക്കുക കൂടി ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ക്രിമിനൽ സംഘങ്ങൾക്ക് കേരളത്തിലുടനീളം വലിയൊരു ഫാൻസുകൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അതെ, ക്രിമിനലുകളെ വലിയ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അത് രാഷ്ട്രീയ ക്രിമിനലുകളാണെങ്കിൽ അതെന്തോ മികച്ച സംഭവമാണ് എന്ന രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ പറയുന്ന അതൊരു നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു തുടർചിന്ത മാത്രമാണ് ഈ പറയുന്ന ജനപ്രതിനിധി ഈ പറയുന്ന ക്രിമിനൽസുകളെ പൊന്നാടി അടിച്ച് സ്വീകരിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഇതിന്റെ എല്ലാം തുടക്കം CPM-ൽ നിന്നാണ്. CPM ആണ് ഇത്തരം ഒരു സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നത്, ക്രിമിനലുകളുടെ വീടുകളിൽ അവർ ജയിലിൽ പോകുമ്പോൾ വീടുകളിൽ സഹായം ചെയ്തു കൊടുക്കുന്നത്, ഏതെങ്കിലും ഒരു തരത്തിൽ ജയിലുകളിൽ ഈ പറയുന്ന ലക്ഷറി ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്, എല്ലാത്തിന്റെ പിന്നിലും സർക്കാരും CPM. കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് CPM-ന്റെ സ്വന്തം ജയിലുമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഈ പറയുന്ന പ്രതികൾക്ക് കിട്ടുന്നുണ്ട്. ഏത് പ്രതികൾക്ക്? CPM-ന്റെ ഭാഗമായി രാഷ്ട്രീയ കേസുകളുടെ ഭാഗമായി പോകുന്ന പ്രതികൾക്ക്, പലരെയും വെട്ടിക്കൊന്ന പ്രതികൾക്ക്, TP ചന്ദ്രശേഖരനെ വധിച്ച പ്രതികൾക്ക് എല്ലാം തന്നെ അവർക്ക് നല്ല നിലയിലുള്ള ഒരു സഹായങ്ങളും സഹകരണങ്ങളും മൊബൈൽ ഫോണുകളും സിഗരറ്റും ബീഡിയും ഒക്കെ കിട്ടുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത് ആ കണ്ണൂർ ജയിലിൽ ഒരു ഇൻസ്പെക്ഷൻ നടന്നപ്പോൾ അവിടെ വളരെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ CPM അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഈ പ്രതികൾക്ക് ഭയങ്കര നല്ല കാലമാണ്. അവിടെ ഇപ്പോൾ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും ഇവരുടെ വാലാട്ടുകളായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ക്രിമിനൽ ബുദ്ധി അല്ലെങ്കിൽ ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ സ്വീകരിക്കുക. ഇപ്പോൾ നവീൻ ബാബുവിന്റെ കേസിൽ PP ദിവ്യയെ സ്വീകരിക്കാൻ പോയത് ആരാണ്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയും ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സണുമായിരുന്ന ശ്യാമള ടീച്ചറല്ലേ പോയത്? അല്ലേ? നമ്മുടെ ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ. ഈ ശ്യാമള ടീച്ചർ ആരായിരുന്നു? ആന്തൂർ നഗരസഭയിൽ സാജൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തപ്പോൾ, അദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം ആരോപണം ഉന്നയിച്ചുള്ള ഒരാളാണ്. അതാണ് ഈ പറയുന്ന വ്യവസായ സൗഹൃദ കേരളം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഒരു മനുഷ്യന് തന്റെ സമ്പാദ്യമെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. പിന്നെ നമുക്കറിയാം, നമുക്ക് മറ്റേ ആ ഒരു തിരുവനന്തപുരത്തെ ആ ഒരു KSRTC-യുടെ കണ്ടക്ടർ ആയിരുന്ന യദുവിനെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആ യദുവിന്റെ ഒരു സാധാരണക്കാരന്റെ ജോലി വരെ തെറിപ്പിച്ചതാരായിരുന്നു? ശരിയാണ്. പക്ഷെ യദുവിന്റെ കാര്യത്തിൽ എനിക്കൊരു ഭിന്നാഭിപ്രായം അതിൽ നിലനിൽക്കുന്നത്,
ഞാൻ ആ കേസിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചപ്പോഴും എനിക്ക് ഒരു ഭിന്നാഭിപ്രായമാണ് സത്യത്തിൽ ആ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. കാരണം ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ സച്ചിൻ ദേവുമായി ബന്ധപ്പെട്ടും ആ ഒരു വിഷയം ഞാൻ എടുത്തപ്പോൾ അത്യാവശ്യം യദുവിൻ്റെ ഭാഗത്തു നിന്ന് ചില കളികളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ അന്ന് മാധ്യമപ്രവർത്തകരുടെ നിലയിലും നമുക്ക് കിട്ടിയ ഒരു വിവരം. ആര്യ ആയിക്കോട്ടെ സച്ചിൻ ആയിക്കോട്ടെ കുടുംബത്തോടെ വരുന്ന സമയത്ത് ഒരു ബസ് ഡ്രൈവറെ തടഞ്ഞു നിർത്തി സംസാരിക്കണമെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടെയുള്ള എന്താണ് സാഹചര്യ തെളിവുകളുടെയും അവിടെ കണ്ടു നിന്ന ആളുകളുടെ ഒക്കെ ഞാൻ പേഴ്സണലി അന്വേഷിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം. കാരണം നമ്മൾ സത്യം പോലെ പറയണമല്ലോ, അങ്ങനെ ഒരു വ്യക്തിപരമല്ലല്ലോ നമുക്കൊരു എന്നാലും നമുക്ക് ആ പറയുന്ന ആ വ്യക്തികളുടെ എല്ലാം തന്നെ ഒരു അഹങ്കാരത്തെ, ഒരു ധാർഷ്ട്യത്തെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഈ ആര്യ രാജേന്ദ്രൻ ആയാലും ഈ പറയുന്ന PP ദിവ്യ ആയാലും ഈ പറയുന്ന MV ഗോവിന്ദൻ ആയാലും MV ഗോവിന്ദന്റെ ഭാര്യ ഈ പറയുന്ന വ്യക്തിയായാലും ആ വ്യക്തികളായാലും എല്ലാം ഒരു കടുത്ത അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും എല്ലാം നിറഞ്ഞ ഒരു ശൈലിയാണ് ഇവരെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അവർക്ക് എന്നും സ്വീകാര്യമായിരുന്നത് ഇത്തരം തരത്തിലുള്ള ക്രിമിനലുകളായിരിക്കുമല്ലോ, സാധാരണ ജനമനസ്സുകളായിരിക്കില്ലല്ലോ, ഇത്തരം തരത്തിലുള്ള ക്രിമിനലുകാർ ആയിരിക്കും അവർക്ക് എന്നും സ്വീകാര്യത. ഒരുപാട് സാധാരണക്കാരായ പ്രവർത്തകർ കൊണ്ടുവന്നൊരു പ്രസ്ഥാനമാണത്. ഇപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പ്രവർത്തകർ ഈ പാർട്ടിയുടെ അടിത്തട്ടിലുണ്ട്. അവരാണ് ഈ പാർട്ടിയുടെ ബലം. ഒരു കാര്യം ചോദിച്ചാൽ ഓടി വരുന്ന, എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരുപാട് സഖാക്കൾ ഈ പാർട്ടിക്ക് താഴെയുള്ളത് കൊണ്ടാണ് ഈ നേതാക്കന്മാർ മുകളിലിരുന്ന് ഈ തോന്നിവാസങ്ങൾ കാണിക്കുന്നത്. ആ സഖാക്കളെ ആലോചിച്ചിട്ട് തന്നെയാണ് പലരും ഇപ്പോഴും CPM വോട്ട് കുത്തുന്നത്. മനസ്സിലായല്ലോ. ഇന്നലെ സഖാവ് VS അച്യുതാനന്ദൻ പോയ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് വിടവാങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും പറഞ്ഞു. എന്തൊരു ഗതികേടാണ് ഇവർക്ക്, ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ലേ എന്ന് പാടേണ്ട അവസ്ഥയിലേക്ക് CPMന്റെ നേതൃത്വം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ശിവൻകുട്ടിയുടെ ഒരു പോസ്റ്റ് കണ്ടു, ഇന്ന് VS ഞങ്ങൾക്കൊരു വഴികാട്ടിയാണ്, ഗുരുനാഥനാണ്, ഇന്ന് നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും നാളെ വരാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കുമുള്ള വഴികാട്ടി. ആരാണ് ഇന്ന് നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. നമ്മൾ ഇവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, EMS, EK നായനാർ, AKG ഇവരൊക്കെ മരിച്ചപ്പോഴും പറഞ്ഞു ഈ കമ്മ്യൂണിസം കഴിഞ്ഞു എന്ന്. ആര് പറഞ്ഞു? അതാണ് ചോദ്യം. കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടാവാം, BJP പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ പൊതുസമൂഹം പറഞ്ഞിരുന്നില്ല. ഇന്ന് പൊതുസമൂഹമാണ് പറയുന്നത് കമ്മ്യൂണിസം കഴിഞ്ഞു എന്നുള്ളത്. എന്താ കാര്യം എന്നറിയോ? ആശയം നശിച്ചു പോയിരിക്കുന്നു. അതാണ് ഇതിന്റെ കാര്യം. അല്ലാതെ VS അച്യുതാനന്ദൻ മരണപ്പെട്ടതോടുകൂടി കമ്മ്യൂണിസം പോയി എന്നുള്ളതല്ല. അപ്പോഴും ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, താഴെ തട്ടിലുള്ള ഒരുപാട് പ്രവർത്തകരെ നിങ്ങൾ കാണണം, അവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ അതിലുണ്ട്. ശരിയാണ്. നമ്മൾ പലപ്പോഴും പറയുന്നത് എന്താ, നമ്മൾ പറഞ്ഞതുപോലും CPMനകത്തെ അറിയപ്പെടുന്ന നേതാക്കന്മാരിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റും യാത്രയായി. CPMനകത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് മറ്റു പല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഉണ്ട്, അതിനകത്തും നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. പക്ഷെ അവർ ഇരുന്നിട്ട് എന്താ കാര്യം? ഇവിടുത്തെ നയരൂപീകരണവും ഇവിടെ എങ്ങനെ പോകണമെന്ന് ആലോചിക്കുന്നതും സാധാരണക്കാരന് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ ആരാണ്? ഈ നേതൃത്വത്തിലിരിക്കുന്ന നേതാക്കന്മാരായിരിക്കുന്ന ഭരണകൂടത്തിന്റെ ഭാഗമായിരിക്കുന്ന ആളുകളാണ്. അവരിൽ കമ്മ്യൂണിസം നയിച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഈ പാർട്ടിയെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, വരുന്ന ആളുകളെല്ലാം തന്നെ വ്യക്തികേന്ദ്രീകൃതമായി അടിമപ്പണിയെടുക്കുന്നവരാണെങ്കിൽ ഇതോടുകൂടി കമ്മ്യൂണിസം നയിച്ചു. അല്ലാതെ നിങ്ങൾ ഈ താഴെത്തട്ടിലുള്ള ആളുകൾ കമ്മ്യൂണിസം ഉണ്ടേ, പണ്ട് AKGയെ പറ്റി അങ്ങനെയാണ്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ എന്തെങ്കിലും തരത്തിൽ അണികൾക്ക് ഇതിലൊരു ഖേദമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അണികൾക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ നേതൃത്വത്തെ തിരിച്ചാൽ CPMന്റെ സംസ്ഥാന സമ്മേളനങ്ങളിൽ തന്നെ അവർ തന്നെ പറയുന്നുണ്ടല്ലോ വോട്ട് ചോർച്ചയുടെ കാര്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ച് ഈ പറയുന്ന പോലെ. എൻ്റെ അർജുന, ഇവർക്ക് അധികാരം മാത്രമാണ്. ഇപ്പോഴും ഈ പാവപ്പെട്ട സഹായികൾക്ക് തിരിഞ്ഞിട്ടില്ല. മാധ്യമപ്രവർത്തകർ നിലയിൽ നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്, പല കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ല. ഒരുപാട് സമയം പോകുന്നത് കൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.